കേരള PSC ആസ്പിരന്റ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ മുഴുവൻ ചർച്ച KS നോട്ടിഫിക്കേഷൻ വരുന്നതിനെ കുറിച്ചാണ്. 31ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായി ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും ഇനി നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരുമെന്നും വരുന്ന സമയത്ത് ഇതിലും ഒരുപാട് വേക്കൻസികളുമായിട്ടായിരിക്കും ആ രണ്ടാമത്തെ KS നോട്ടിഫിക്കേഷൻ എന്നും നമുക്ക് ഉറപ്പിക്കാവുന്ന സമയം ആയി. ഒരേ ഒരു KS പരീക്ഷയെ നടന്നിട്ടുള്ളൂ എങ്കിലും അതിനുശേഷം നടന്ന പല ഡിഗ്രി തല എക്സാമുകളിൽ നിന്ന് എന്തായിരിക്കും ഇനി വരുന്ന ഒരു KS പരീക്ഷയുടെ രൂപമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാം. അവിടെ രണ്ട് സ്റ്റേജായി നടക്കുന്ന പ്രിലിംസും മെയിൻസിന് വരുന്ന ഒന്നിലധികം പേപ്പർ കൊണ്ടുവരുന്ന കൾച്ചറും കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടുന്ന രീതിയും UPSCയുടെ ഇൻഫ്ലുവൻസും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അടുത്ത KS പരീക്ഷ എഴുതുന്നതിന് മുമ്പ്. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള അറിവുകളെങ്കിലും മാറിയ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും ചോദ്യ പേപ്പറുകളുടെ അനാലിസിസ് കയ്യിൽ വെച്ചിരിക്കുന്ന KS മെൻറ്റർ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടതും ഈ ഒരു അപ്രോച്ച് തന്നെയാണ്. അപ്പോൾ കേരളം ആദ്യം കണ്ട KS എക്സാമിൽ 73 പേരെയും സംഭാവന ചെയ്ത KS മെൻറ്റർ ഈ പറഞ്ഞ പ്രത്യേകതകളുമായി പുതിയൊരു KS ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലോട്ട് എൻറോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക.